നൈജീരിയൻ കത്തോലിക്കാ സന്യാസിനിക്ക് $1.2 മില്യൺ അവാർഡ്. നൈജീരിയയിലെ അബൂജയിലുള്ള സെന്റർ ഫോർ വിമൻ സ്റ്റഡീസ് ആൻഡ് ഇന്റർവെൻഷന്റെ സ്ഥാപകയും കത്തോലിക്കാ സന്യാസിനിയുമായ സിസ്റ്റർ ഫ്രാൻസിസ്ക എൻഗോസി യൂട്ടിക്കാണ് അവാർഡ് ലഭിച്ചത്. 2024 ഓപ്പസ് ജേതാവായാണ് സന്യാസിനിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നവംബർ 14 സിലിക്കൺ വാലിയിലെ ജെസ്യൂട്ട് സർവകലാശാലയായ സാന്താ ക്ലാര സർവകലാശാലയിൽ അവാർഡ് ദാന ചടങ്ങിനിടെ സിസ്റ്റർ ഫ്രാൻസിസ്ക പുരസ്കാരം ഏറ്റുവാങ്ങി. കോൺഗ്രിഗേഷൻ ഓഫ് ഹാൻഡ്മെയ്ഡ്സ് ഓഫ് ഹോളി ചൈൽഡ് ജീസസ് എന്ന സന്യാസിനി സമൂഹാംഗമാണ് സിസ്റ്റർ ഫ്രാൻസിസ്ക. തന്റെ സന്തോഷം വാക്കുകൾക്ക് പറഞ്ഞറിയിക്കാനാവില്ലെന്ന് സിസ്റ്റർ പറഞ്ഞു. എപ്പോഴെങ്കിലും സമ്മാന ജേതാവായി നാമനിർദ്ദേശം ചെയ്യപ്പെടുമെന്ന് ഞാൻ സങ്കല്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് സത്യസന്ധമായി ഇല്ല എന്നാണ് ഉത്തരം. എന്റെ സന്തോഷത്തിന്റെ ആഴം ഉൾക്കൊള്ളാൻ വാക്കുകളില്ല. ഹൃദയം കൃതജ്ഞതയാൽ കവിഞ്ഞൊഴുകുകയാണെന്നും സിസ്റ്റർ പറഞ്ഞു. താനും തന്റെ ടീമും വിവിധയിടങ്ങളിൽ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിനകത്ത് മാത്രമല്ല, രാജ്യത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് അമേരിക്ക വരെ എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്ന് സിസ്റ്റർ ഫ്രാൻസിസ്ക കൂട്ടിച്ചേർത്തു. നൈജീരിയയിലെ സ്ത്രീകളുടെ സാമൂഹികവും നിയമപരവും രാഷ്ട്രീയവുമായ സമത്വത്തിനായി 1/4 നൂറ്റാണ്ട് മുൻപ് സിസ്റ്റർ ഫ്രാൻസിസ്ക എൻഗോസി ആരംഭിച്ച സെന്റർ ഫോർ വുമൻ സ്റ്റഡീസ് ആൻഡ് ഇന്റർവെൻഷൻ ഇന്ന് ആയിരങ്ങൾക്ക് തുണയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസാധിഷ്ഠിത അവാർഡുകളിലൊന്നാണ് ഓപ്പസ് പുരസ്കാരം. മാനുഷിക പ്രവർത്തനങ്ങൾ കൂടാതെ സേവന ജീവിതം പിന്തുടരാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന പുരസ്കാരം കഴിഞ്ഞ ദിവസം ബിഷപ്പ് പരേഡിനായിരുന്നു.